ബി ഹെൽത്തി ഈറ്റ് ടേസ്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ 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 ഹെൽത്തിയായ ഒരു 4 മണി പലഹാരമാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ബൗളിലെ മുരിങ്ങയില, നമ്മുടെ സ്പെഷ്യൽ ഇതാണ്. മുരിങ്ങയില കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിഭവം ഉണ്ടാക്കുന്നത്. മുരിങ്ങയില വളരെ ഹെൽത്തിയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും, കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. അങ്ങനെ വളരെ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഈ മുരിങ്ങയില കഴിക്കാനായിട്ട് വളരെ ഒരു താല്പര്യം അവർ കാണിക്കാറില്ല. അപ്പോൾ അവർക്ക് രസകരമായിട്ട് മുരിങ്ങയില കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി കൊടുക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അരിയോടൊപ്പം ഒരു ബൗള് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി. അത് നമ്മുടെ ടേസ്റ്റിന് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ചെറിയ ജീരകം, 3-4 ചുമന്ന ഉള്ളി. നമുക്കിനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ച് എടുക്കാം. പച്ചരി നമ്മളിട്ട് കഴിഞ്ഞു. ഇല വേണ്ട, തേങ്ങ ഇടുക. തേങ്ങ, ഇനി ഉള്ളി. നോക്കട്ടെ എന്തൊക്കെയാണ്. ഉള്ളി, ജീരകം, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. മതിയാകും. നമുക്ക് അരച്ച് നോക്കിയിട്ട് എടുക്കാം. ഇനി മിക്സി അടച്ചോളൂ. നമുക്ക് നല്ലവണ്ണം അരച്ച് എടുക്കാം. നമ്മുടെ മാവ് ഇവിടെ അരച്ചിട്ടുണ്ട്. അരിയും തേങ്ങയും ഉള്ളിയും ജീരകവും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് നല്ലവണ്ണം ഇളക്കണം. അപ്പോൾ മിക്കവാറും ഈ റെസിപ്പിയിൽ വാളൻ പുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. കാരണം വാളൻപുള്ളിയൊക്കെ വയറ്റിൽ ചെന്നാൽ എനിക്ക് വയറിന് പ്രശ്നമാണ്. അതുകൊണ്ട് വാളൻപുള്ളി ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതും കൂടി ഉണ്ട്. സാധാരണ രീതിയിൽ വാളൻപുളി പിഴിഞ്ഞ് നീരും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ എന്നാണ് ഇതിന് പറയുന്നതെങ്കിലും, മുരിങ്ങയില ദോശ എന്നാണ് പറയുന്നതെങ്കിലും, ഇത് ശരിക്കും ഉഴുന്നൊന്നും ചേർത്തിട്ടല്ല. അതുപോലെ തന്നെ മാവരച്ച് പുളിക്കാനായിട്ട് വെക്കാറില്ല. മാവരച്ച് അപ്പോൾ തന്നെയാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. നമ്മുടെ ദോശക്കല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെയല്ല, ഒരു അപ്പം ചുടുന്ന സ്റ്റൈലിലാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ മുരിങ്ങയില ദോശ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് 2 വശവും മുരിച്ച് വേണം ഈ ദോശ എടുക്കാനായിട്ട്. ഇനി മൂടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തവണ മാത്രം നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി മറ്റേ വശവും കൂടെ മുരിച്ചെടുത്താൽ രുചികരമായ ആരോഗ്യപ്രദമായ മുരിങ്ങയില ദോശ തയ്യാറായി കഴിഞ്ഞു.